ഹലോ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഗൈസ്. സോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ് ചെയ്യുക ഗൈസ്. സോ നമ്മൾ ഇത് ബെറ്റർ മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്, ഓൾസോ ലേറ്റസ്റ്റ് വെർഷനും കാര്യങ്ങളാണ്. സോ നമുക്ക് ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ന്യൂ സ്റ്റാർട്ട് ആയതുകൊണ്ട് ന്യൂ ചാനലൊക്കെയാണ്, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ലോഡാൻ വെച്ച് സമയം എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഫസ്റ്റ് കയറുമ്പോൾ ലാഭം ഉണ്ടാവും, കാരണം ഒരുപാട് മോഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മൈൻക്രാഫ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ ഇത് എൻ്റെ ഒഫീഷ്യൽ മൈക്രോസോഫ്റ്റ് സ്റ്റോറിലെ മൈൻക്രാഫ്റ്റ് അല്ല, TL ലോഞ്ചറിലാണ്. മറ്റേ മൈൻക്രാഫ്റ്റിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തം കളഞ്ഞു, അതായത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് മൊത്തം കളഞ്ഞു. കാരണം അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഹാക്കായി പോയായിരുന്നു. പിന്നെ അത് വീണ്ടും യൂസ് ചെയ്യുന്നത്ര നല്ലതല്ല. സോ അത് മാറ്റി പിന്നെ പുതിയൊരു അക്കൗണ്ട് എടുക്കാമെന്ന് വെച്ചു. പിന്നെ അതിനകത്തിന് GTA കാര്യങ്ങളും എല്ലാം മേടിക്കണം. സോ നോർമൽ പഴയ GTA മേടിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇപ്പം വേൾഡ് സ്റ്റാർട്ട് ആവുമെന്ന് തോന്നുന്നു ഗൈസ്. നോക്കാം. ഓ, ചെറിയൊരു ലാഗ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം കയറിയോണ്ടാണ്. ഇത് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മുന്നേ ഒരു സെറ്റിങ്സും ചെയ്തിട്ടില്ല. ഇത് നമ്മളിപ്പം പുതിയ വിൻഡോസും കാരണം കയറ്റാൻ വിൻഡോസ് 11 ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെയും വിൻഡോസ് 7 ആയിരുന്നു യൂസ് ചെയ്തത്, പക്ഷെ അത് ഹോം വെർഷൻ ആയിരുന്നു, നമ്മൾ പ്രോയിലേക്ക് ആക്കി. സോ അതാണിത്. ഓ, കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇത് പിന്നെ കളിച്ചിട്ടില്ല ബെറ്റർ മൈൻക്രാഫ്റ്റ്. സോ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ പ്രത്യേകിച്ചൊന്നും. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടറിങ്സ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് തന്നെ നമുക്ക് എവിടെയോ ഒരു ഓപ്ഷൻ ഉണ്ടാവണ്ടാണല്ലോ. ഓ, ജനറലാണ്. നമുക്ക് 60-ലാക്കാം. നമ്മളെ ഹയർ FPS പോയ ഷട്ടറിങ്സിന് വരും. ഇപ്പൊ കുഴപ്പമില്ല. ഇവരും ഉണ്ടായിരുന്നു കുഴപ്പം. ഞാൻ വിചാരിച്ചത് ഇത് ഒരുപാട് പ്രത്യേകതകളുണ്ട് തോന്നുന്നല്ലേ. അങ്ങനെയൊക്കെ സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊരു നല്ലൊരു സ്റ്റാർട്ട് ആയിരിക്കാം ചിലപ്പോൾ മൈൻക്രാഫ്റ്റ് ബെറ്റർ മൈൻക്രാഫ്റ്റ് തുടങ്ങുന്നുണ്ട്. സോ ഇയർഫോൺ വെച്ചിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ സൗണ്ട് എങ്ങനെയാണോ ഞാൻ സംസാരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ചേടാ, ഇതെടുത്ത് തിന്ന് കഴിച്ചത്, ഇതെടുത്ത് തിന്നത് അതിൻ്റെ നോക്കാൻ പോലും പറ്റില്ല.
ഇവിടെ ഡോറും ഇല്ലല്ലേ. ഓ ഇത് നമുക്കൊരു ബേസ് ആക്കല്ലേ. ഇത് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ബേസ് ആക്കി എടുക്കാം. ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. കുറച്ച് മാപ്പ് ഉണ്ടല്ലേ. മാപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ തിരിച്ചു അങ്ങോട്ടാക്കും. ഇങ്ങനല്ലേ. അതൊക്കെ സീനാണ്. ഓൾസോ ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടതായിരുന്നു. മ്യൂസിക് ഓഫ് ചെയ്യണമെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, മ്യൂസിക് ഓഫ് ചെയ്യുമ്പോൾ ഒരു രസം പോവും. സോ എനിക്ക് തോന്നുന്നു ഗൈസ് നമുക്ക് ഇതൊക്കെ കണ്ടാ ഗൈസ്. പക്ഷെ ഒരു കാര്യമുള്ള എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്ത അത് നമ്മളെ സ്കിന്ന് വരുന്നില്ല. അത് ടീ ലോഞ്ചർ ആയതുകൊണ്ടായിരിക്കും. നമ്മൾ മെയിൻ സ്കിന്ന് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ പഴയ മെയിൻ സ്കിന്നിൽ നിന്ന് ഇച്ചിരി അഡ്വാൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളെ പുതിയ സ്റ്റാർട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഇച്ചിരി ചെറിയ കസ്റ്റമൈസേഷനേ ഉള്ളൂ നമ്മളെ മെയിൻ സ്കിന്നിന്. സോ അതും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതിനകത്ത് ഇട്ടിട്ടും ഇത് വരുന്നില്ല. എനിക്ക് എന്താ അറിഞ്ഞൂടാ. അത് നമുക്ക് റെഡി ആക്കണം. സോ അതുകൊണ്ട് ഈ സീരീസ് മൊത്തം നമ്മൾ മെയിൻ സ്കിൻ ഇല്ലാതായിരിക്കും കളിക്കുക. അല്ലാതെ വേറൊരു പ്രശ്നമല്ല. നമ്മളെ റിയൽ മൈൻക്രാഫ്റ്റിലേക്ക് വരുമ്പോൾ നമ്മളെ മെയിൻ സ്കിൻ ഇടും ഗൈസ്. സോ ഇത് റിയൽ അല്ലെന്നല്ല, ഇതൊരു ക്രാക്ക്ഡ് വെർഷൻ പോലെ ആയതുകൊണ്ടാണ്. റിയൽ മൈൻക്രാഫ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു വരും ഗൈസ്. അപ്പം ഇതിപ്പോൾ വയ്യ ഗൈസ് റിയൽ മൈൻക്രാഫ്റ്റിലേക്ക്. ഫെസ്റ്റിവലത്തെ വുഡല്ല ഗൈസ് ഇത്. ഇവിടെ ഫെസ്റ്റിവലത്തെ വുഡല്ല അത്. നമുക്ക് ഇച്ചിരി ടൂൾസ് ഉണ്ടാക്കി നോക്കാം. നമുക്ക് പ്ലാങ്ക് ഉണ്ടാക്കാം ആദ്യം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ അതുപോലെ അല്ലേ. നമുക്ക് എല്ലാം കൂടെ ഒന്ന് നോക്കണ്ട ഗൈസ്. അതേപോലെ തന്നെ ആണോ നമ്മളെ വീടെന്തേ. അത് നമ്മളെ വീടും കൂടെ ആക്കി ഗൈസ്. പിന്നെ ഈ ഷേഡറും കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടല്ല ഗൈസ്. ഇത് ഓട്ടോമാറ്റിക്കലി വന്നൊരു ഷേഡറാണ്. ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ വെറുതെ ഉണ്ടാക്കി. പക്ഷെ കൈ ഇരിക്കാൻ വേണ്ടി അത് ഇരിക്കട്ടെ. സോ ഞാൻ ഇത് തുറന്നത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ ഗൈസ്. ഇതെന്തോന്ന് ഗൈസ്. ഇതാകുമ്പോൾ നമുക്ക് നല്ല നല്ല വീടിന് നല്ല ബിൽഡൊക്കെ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു രീതിയാണ്. ഷവലിന്റെ ഒക്കെ ഒരു ഷേപ്പ് കണ്ടാ. ഷവലല്ലേ ഇത്. എല്ലാം മാറ്റമുണ്ട് ഗൈസ്. ഇതായിരുന്നു ഷവൽ, അത് ഷവലല്ല. സോ നമുക്കിപ്പോൾ നമ്മളെ കാര്യം നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇനി സ്റ്റിക്കാണ് ടൂൾസ് ഉണ്ടാക്കണ്ടേ. സോ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ടൂൾ എന്ന് വെച്ചാൽ വുഡൻ പിക്കാക്സ് ആണ്. അതിൻ്റെ ആവശ്യമുള്ളൂ തൽക്കാലത്തേക്ക് ഗൈസ്. ഓക്കെ, ഇവിടെ ബെഡ് ഉണ്ട്. ബെഡ് ഇവിടെ ഇരിക്കണോ? നമുക്ക് നമ്മളെ കൈ കൊണ്ടുപോയാൽ മതിയല്ലോ. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ പതിയെ എക്സ്പ്ലോർ ചെയ്യാം. അതായിരിക്കും നല്ലത്. നമ്മളെ ഒടുക്കത്തെ പെട്ടെന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തീരും കണ്ട. ആക്ച്വലി
ഇതെന്തോത്തിന്റെ ഇവിടെ ഷീപ്പ് ചാവാത്ത ചാവത്തില്ല ഇത് പെട്ടെന്ന്. അതൊരു വിയേർഡ് തിങ് ആട്ടാ, പെട്ടെന്ന് ചാവത്തില്ല. നമുക്ക് ഇച്ചിരി സ്റ്റോൺ എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണിക്കുകയൊക്കെ ചെയ്യും. അതൊരു എനിക്ക് ഇച്ചിരി നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. നമ്മൾ എന്തോ മൈൻഡ് ചെയ്യുന്നതെന്നൊക്കെ എഴുതി കാണിക്കുമല്ലോ. നമ്മളെ നോർമൽ മൈൻക്രാഫ്റ്റ് ഒന്നും അങ്ങനെ ഇല്ല. നമ്മളെ നോർമൽ ജാവയില് മൾട്ടിപ്ലെയറും കാര്യങ്ങളൊക്കെ വന്നു. അത് എനിക്ക് ഇച്ചിരി ബെറ്ററായിട്ട് തോന്നി. കാരണം മറ്റേ സർവറൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ മറ്റേ മോഡോ ലാൻ വഴിയോ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ലാൻ ആണെങ്കിൽ നോർമൽ ലാൻ ആണെങ്കിൽ നമ്മളെ സെയിം വൈഫൈയിൽ കണക്റ്റ് ആയിരിക്കണം ആൾക്കാർ, എന്നാലേ പറ്റും. പക്ഷെ ഇതാകുമ്പോൾ പിന്നെ റിയലംസും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ റിയലംസിന് തേടാണ്. അപ്പോൾ റിയലംസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അപ്ഡേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പണ്ടാണ് ബെഡ്റൂക്കിൽ റിയലംസ് എടുക്കുമായിരുന്നത്, പക്ഷെ അത്രയും എടുക്കില്ല. അതിനെക്കാട്ടി റിയലംസിനെക്കാട്ടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് നമ്മളെ നോർമൽ സർവേഴ്സാണ്. അത് ഇച്ചിരി കൂടെ വിലക്കുറവിലും കിട്ടുകയും ചെയ്യും. പക്ഷെ 24x7 കിട്ടുവാണെങ്കിൽ അത് റിയലംസിൽ കിട്ടും കഴിയും. അപ്പോൾ അതൊരു ബേസിക്കലി ഒരു ഇച്ചിരി കൂടെ ബെറ്ററാണ്. അതായത് 24x7 വെച്ചാൽ എപ്പോൾ നമ്മൾ കയറാൻ നോക്കിയാലും എനിക്ക് മാത്രമല്ല വേറെ പ്ലേയേഴ്സ്, അതായത് ആ സർവറിൻ്റെ IP പോർട്ടുള്ള പ്ലേയേഴ്സിനും ജോയിൻ ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് 24x7 എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. സോ അതായിരുന്നു നല്ലത്. പക്ഷെ നോക്കുകയാണെങ്കിൽ ഇപ്പം അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇപ്പം ഒരുപാട് സർവേഴ്സ് വന്ന് ഫ്രീക്കുള്ള ഹോസ്റ്റിംഗ് വരെ വന്നു. അതിനകത്തും ഇതുണ്ട് ഇപ്പം 24x7 ഒക്കെ. അല്ലെങ്കിൽ ബോട്ടിനെ ആഡ് ചെയ്താലും മതി എന്നാണ് പറയാം. എൻ്റെ ഒരുമാതിരി ഒരു വിയേർഡ് സൗണ്ട്. അതെന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുമാതിരി ഒരു വിയേർഡായിട്ടുള്ള സൗണ്ടാണ്. അവിടെ കാണത്തില്ല. കേൾക്കുമ്പോ എന്താ വല്ലാതെ. നമുക്ക് ഫസ്റ്റ് എന്തെങ്കിലും കുക്ക് ചെയ്യാം. ഓക്കെ, ഇത് തന്നെ കുക്ക് ചെയ്യാം. ഇച്ചിരി കൂടെ ഫുഡ് വേണ്ടി വരുമല്ലോ. ഓക്കെ, സ്റ്റോൺ ഉണ്ടല്ലോ, നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് ആയിക്കൂടെ? അത് പറ്റൂലല്ലോ. ഓക്കെ, ആദ്യമേ ഒരു പിക്കാക്സ് ഉണ്ടാക്കി. സ്റ്റക്കായിക്കൊണ്ടിരിക്കുന്ന മൗസ്. എനിക്ക് ഈ മോഡിന്റെ ഗ്ലിച്ച് ആണെന്ന് അറിഞ്ഞൂടാ. ഈ മോഡ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത്. അതായത് എന്തിന്റെ സൗണ്ടാ അത്? നമുക്കൊന്ന് പോയി നോക്കാം. ഇതൊക്കെ ആക്ച്വലി കൊള്ളാം. എനിക്ക് തോന്നുന്നു നൈറ്റ് നമ്മളെ സോംബി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. തോന്നുന്നില്ലാന്ന്. നമ്മളാ റെസ്റ്റ് എടുക്കുന്നില്ല ഇപ്പം.
നമുക്ക് ഈ കുക്ക് ചെയ്ത സാധനങ്ങൾ കഴിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഏതെങ്കിലും എവിടെയെങ്കിലും നമുക്ക് ഇച്ചിരി ഫുഡും കൂടെ ആവശ്യമുണ്ടല്ലോ. സോ അത് ഒപ്പിക്കാം. ഓ പിന്നെ ഗൈസ് നമ്മള് ഹാർഡാണ്. ഹാർഡ് ഞാൻ ലോക്ക് ചെയ്ത് കളിക്കാൻ പോവാ. ഈ സീരീസ് മൊത്തം എന്തെങ്കിലും ചലഞ്ചീവായിട്ട് വേണ്ട. ഓ പിന്നെ അയ്യോ ഇതിനകത്ത് എന്തോ ഇച്ചിരി വിയേർഡായിട്ടാണല്ലോ ഇത്. നോർമലാണോ അല്ല അത്? എനിക്ക് നോർമൽ എന്തോ വിയേർഡായിട്ട് തോന്നുന്നു. ഇത് ഇടാം അല്ലേ? അപ്പൊ അവൻ ലോക്ക് ചെയ്യുവാണ്. അപ്പൊ ഇതിന് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല ഒരു കാരണം വെച്ചാ. സോ ഇനി ഇങ്ങനെ കളിക്കാം നമുക്ക്. നമുക്ക് ഗെയിം വെച്ചാൽ ഹാർഡായിട്ടൊക്കെ കളിച്ച് എൻജോയ് ചെയ്യണ്ട. സോ അതിനാണത്. ഓ ഇപ്പൊ ഇച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ ഞാൻ നേരത്തെ ഇത് നോർമൽ ആയിരുന്നു കിടന്നതായി സെഫോയി. ഇപ്പൊ ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നുന്നു. ഇപ്പൊ ഇച്ചിരി കൂടെ കളിക്കാൻ രസമുണ്ട്. സോ ഇതൊക്കെ എന്തിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾഡ് രീതി, അതായത് നമ്മളെ പണ്ട് തൊട്ട് അതായത് പായൊക്കെ പിടിച്ച പോലെ പണ്ട് ഇവിടെ എന്തോ സ്ഥലം വില്ലേജോ അങ്ങനൊക്കെ ഉണ്ട രീതി ആക്കാൻ ശ്രമിച്ചായിരിക്കാം. ഒരു ബിൽഡിങ്ങോ എന്ന് വെച്ചാൽ ചെറിയ വീട് പോലത്തെ അതാക്കാനായിരിക്കും ഉദ്ദേശിച്ചേ. ഓ അതാക്കാം. കറക്റ്റ് കറക്റ്റ് സാധനം വീണു, കറക്റ്റ് സാധനങ്ങൾ കിട്ടി. നമുക്ക് സ്റ്റോൺ വെച്ച് ഓടിക്കാം. സ്റ്റോൺ ഫാസ്റ്റ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കറക്റ്റ്. അതായത് ഇവിടെ ഇതിനകത്ത് സോംബികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മാപ്പിനകത്ത് എനിക്ക് കാണുന്ന സ്കെൽറ്റന്റെ സിമ്പിള്. ഒരു സ്കെൽറ്റനെ ഉള്ളോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കുറെ സ്കെൽറ്റനുള്ള സ്ഥലമായിരിക്കും ഉദ്ദേശിക്കുക. അപ്പൊ ഇവിടെ മണ്ടയ്ക്ക് ഇതുണ്ട് ഗൈസ്, ഷീപ്പിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഫുഡ് അടിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും മൈനിങ്ങിനല്ല നമുക്ക് ബാക്കി എക്സ്പ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിക്ക് ഈ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുകൂടെ ഇരിക്കട്ടെ. എനിക്ക് ഇച്ചിരി കൈ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നതാണ് ഇഷ്ടം. സോ ഇവിടെ കണ്ടാണല്ലോ ഷീപ്പിനെ കണ്ട. ഇത് ബെഡ്റൂക്കും അല്ല. എവിടാ ചത്ത്? ഫോർട്ട്നൈറ്റാ? നമ്മള് ഫോർട്ട്നൈറ്റ് പോലത്തെ ഗെയിമിൽ ചാവുമ്പോ നമ്മളെ സ്ഥലം ഇങ്ങനെ കാണിക്കാം. ലാസ്റ്റ് ഡെത്ത് എന്നൊക്കെ പറഞ്ഞ് സിമ്പിൾ മാത്രം കാണിക്കാം. ലാസ്റ്റ് ഡെത്ത് എന്ന് എഴുതി ഇടൂല. ഇതെന്തോന്ന് ഇത് ചതി. ഇതെന്ത് എന്നെ ഇങ്ങനെ കാണിച്ച്? നമ്മൾ ചത്തപ്പോ ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ എടുക്കാം? ഇപ്പൊ കിട്ടൂല അല്ലേ? എന്തോന്ന് ഇത് സീനാട്ടാ. ഞാൻ വിചാരിച്ചിട്ടും കണ്ടേ നമുക്ക് കണ്ട സാധനങ്ങളൊക്കെ കണ്ട പെട്ടെന്ന് കിട്ടി. ഞാൻ എത്രയും അത് പൊട്ടിക്കാൻ നോക്കി. ഞാൻ വിചാരിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇനി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. സോ ഹാർഡിനകത്ത് നിങ്ങൾ കണ്ടല്ല, ഞാൻ ശരിക്കും വിചാരിച്ചോണ്ടിരുന്ന ബെഡ്റോക്കിലെ സ്കെൽറ്റൻസാ ഒരുപാട് എന്താ
അടിച്ച് പെട്ടെന്ന് കൊല്ലാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ബെഡ്റോക്കാണ് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത്. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടി കാണും. സോ നമ്മൾ ഇനി തുടങ്ങും. ആക്ച്വലി ഇനി നമ്മൾ ഇതിൻ്റെ സീരീസ് ആയിരിക്കും മുമ്പോട്ട് പോവുക. പിന്നെ നോർമൽ സീരീസ് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് എൻ്റെ ആവുന്നവരെ നമ്മൾ കളിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിക്കും. പിന്നെ ബെഡ്റോക്കും കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളായിരിക്കും. ബെഡ്റോക്ക് എൻ്റെ കയ്യിൽ ഇല്ല ഇനിയിപ്പം. പിന്നെ ഹൊറോർ ഗെയിംസ് അങ്ങനത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ വരും. സബ് ചെയ്ത് വെക്കാം. സോ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വിയേർഡായിരിക്കാം ഇപ്പം. എന്തോ പറയാനാ. പിന്നെ സൗണ്ട് കൂട്ടുമ്പോൾ നമ്മളെ മൈക്കിന് ചെറിയ പ്രോബ്ലംസ് വന്നു. അതുകൊണ്ട് വേറെ മൈക്കാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ നമ്മളെ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഒന്നും വർക്ക് ആവുന്നില്ലല്ലോ അല്ലെ കറക്റ്റ് ആയിട്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ഇതേപോലത്തെ ദിവസം കണ്ടന്റ് വീഡിയോസ് ഇടാൻ നോക്കും. പിന്നെ അത്യാവശ്യം മൈക്കിന് ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ഹൊറർ ഗെയിമായിട്ട് സ്പെസിഫൈയും ചുച്ചു ചാർസിൻ്റെ ഒക്കെ ഗെയിം പ്ലേ ഇനി വരുന്നുണ്ട്. പിന്നെ ഫോർസ് ഹൊറൈസൺ 6 ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. ഉറപ്പ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഗെയിം പ്ലേ വരും. കാരണം എക്സ്ബോക്സ് റിട്ടേണിൽ പുതിയ ഇറക്കിയൊരു ഹൈ എൻഡ് ഗ്രാഫിക്സ് ഉള്ള ഗെയിം അല്ലേ. പിന്നെ നമ്മൾ കളിക്കണ്ടേ. സോ അതിൻ്റെ ഗെയിം പ്ലേ വരും. പിന്നെ ഇതിനകത്ത് ഈ സ്റ്റട്ടറിങ്സ് ഫിക്സ് ചെയ്യണമെന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് നോക്കണം. അത് ഫിക്സ് ആക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അതെന്താ അറിഞ്ഞുകൂടാ. പക്ഷെ വേറെ മൈൻക്രാഫ്റ്റിലൊന്നും മോഡ്സിലൊന്നും വരുന്നില്ല. ബെറ്റർ മൈൻക്രാഫ്റ്റിൽ മാത്രമാണ് വരുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ഫ്രം ഗൈസ് INX. Signing out guys. Ta-da.